Hello, Namaskaram. Welcome to Wellness with Vidhu. This is Vidhu Haridas, certified nutritionist. Summer is at its peak. അല്ലേ? വേനൽക്കാലം സഹിക്കാൻ പറ്റാത്ത ചൂടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ചൂട് സഹിക്കാൻ പറ്റണില്ല. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നു, പക്ഷെ എന്നിട്ടും ക്ഷീണം മാറുന്നില്ല. തളർച്ച പിന്നെയും കൂടിക്കൊണ്ടിരിക്കുന്നു. എന്താ ശരിക്കും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? വേനൽക്കാലത്ത് നമ്മൾ നല്ല അസലായിട്ട് വേർക്കുന്നുണ്ട് അല്ലേ? ഈ വേർക്കുക എന്ന് പറയുന്നത് ബോഡിയുടെ ഇറ്റ്സ് എ നാച്ചുറൽ കൂളിംഗ് സിസ്റ്റമാണ്. വേർക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം കുറയുന്നത് കൂടാണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ചധികം മിനറൽസ് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് വെള്ളം കുടിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ക്ഷീണം മാറാത്തത്. ശരിക്കും എന്താ സംഭവിക്കണം നമ്മുടെ ശരീരം വേർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വേർപ്പിൻ്റെ കൂടെ, അതായത് ജലാംശം കുറയുന്നതിൻ്റെ കൂടെ സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, കുറച്ച് മെഗ്നീഷ്യവും ഒക്കെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മിനറൽസ് നഷ്ടപ്പെടുമ്പോൾ ക്ഷീണം അനുഭവപ്പെടും, വായ ഉണങ്ങാൻ തുടങ്ങും, തലവേദന എടുക്കാൻ തുടങ്ങും, ഭയങ്കര തളർച്ച, തല കറങ്ങുന്ന പോലത്തെ ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഫെയിൻറ്റ് ചെയ്ത് വീഴുക, മസിൽസിന് വീക്ക്നെസ് സംഭവിക്കുക, BP കുറയുക, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് ഈ മിനറൽസ് നഷ്ടപ്പെടുമ്പോൾ. അപ്പോൾ നമ്മൾ വെള്ളം മാത്രം റീപ്ലേസ് ചെയ്താൽ മതിയാവും, പോരാ. അപ്പോഴാണ് നമ്മൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം മാറാത്തത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് നഷ്ടപ്പെടുന്ന, എന്തൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഇലക്ട്രോലൈറ്റിനെ നമ്മൾ തിരിച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ വെള്ളം നമ്മൾ കുടിക്കാം? നമ്മളിപ്പോൾ ഓൾറെഡി ശരീരത്തിൽ നിന്ന് കുറേ ഇലക്ട്രോലൈറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ പിന്നെയും സോഡിയം ഒക്കെ ഡൈല്യൂട്ടഡ് ആവുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ക്ഷീണം മാറുകയില്ല, തളർച്ച മാറാണ്ട് നമ്മുടെ ബോഡി പിന്നെയും ഒരു ടയേർഡ് ഫീലിംഗിലേക്ക് തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പാകത്തിനുള്ള പാനീയങ്ങൾ നമ്മൾ കുടിക്കുക. അതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളതാണ് നമ്മുടെ സംഭാരം അല്ലെങ്കിൽ മോരും വെള്ളം നമ്മൾ പറയുന്നത്. ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുള്ള ഈ മോരും വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ഇലക്ട്രോലൈറ്റ്, അതായത് സോഡിയം, ഉപ്പുള്ളതുകൊണ്ട് സോഡിയത്തിനെ റീപ്ലേസ് ചെയ്യണു, ക്ലോറൈഡ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പ്രോബയോട്ടിക് ആണ്, പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്തിനും ഒക്കെ നല്ലതാണ്, ഡൈജഷനെ വളരെയധികം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി നിൽക്കുന്നത് മോരും വെള്ളത്തിനാണ്. സെക്കൻഡ് പ്രയോറിറ്റി നമുക്ക് തരുന്നത് നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ടുള്ളതല്ല, ഒന്നില്ലെങ്കിൽ നാരങ്ങയും പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുള്ള ഒരു കോമ്പിനേഷനിലുള്ള വെള്ളം നമുക്ക് കുടിക്കാം. അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിനകത്ത് ഒരു തുള്ളു ഉപ്പിട്ടിട്ടുള്ള വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. കാരണം പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു എനർജി ബൂസ്റ്റ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആ ക്ഷീണത്തിന് ഒരു കുറവ് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ കൊടുക്കുമ്പോൾ അത് നമുക്ക് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആ മിനറൽസിനെ തിരിച്ച് നമുക്ക് ശരീരത്തിൽ കൊടുക്കാനും ക്ഷീണത്തിനെ കുറയ്ക്കാനുമായിട്ട് വളരെയധികം സഹായിക്കുന്നു. മൂന്നാമത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാനീയമാണ് കരിക്കും വെള്ളം. കരിക്കും വെള്ളത്തിൽ സോഡിയം ഒഴിച്ച് ബാക്കി എല്ലാ ഗുണങ്ങളും അതിനകത്തുണ്ട്. നമുക്ക് വേണ്ട ഇലക്ട്രോലൈറ്റ് അതിനകത്തുണ്ട്. നമുക്ക് എനർജി കിട്ടും. പക്ഷേ ഒരു നുള്ള് ഉപ്പ്, നമ്മൾ സാധാരണ പരിചയമില്ലാത്തതാണ്, ഒരു നുള്ളിൽ ഉപ്പ് അതിനകത്ത് ഇടുമ്പോൾ നഷ്ടപ്പെട്ട ഇലക്ട്രോലൈറ്റിൽ സോഡിയം അടക്കമുള്ള എല്ലാത്തിനെയും നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യണം. അതുകൂടാണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഇത്തിരി ജീരക വെള്ളമാണെങ്കിലും കൊറിയാണ്ടർ വാട്ടർ, അതായത് മല്ലിവെള്ളമാണെങ്കിലും വളരെ ഉചിതമാണ്. മല്ലിവെള്ളം ശരിക്കും നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനും കൂടെ സഹായിക്കുന്ന. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ തണുത്ത വെള്ളം നമ്മൾ കുടിക്കണം. വളരെ തണുത്ത വെള്ളം ഈ ചൂടുകാലത്ത് കഴിക്കാണ്ടിരിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്നുള്ളൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് നമ്മുടെ തൊണ്ടയ്ക്കാണെങ്കിലൊക്കെ നമുക്കറിയാം, നല്ല ചൂട്ടത്തിൽ നിന്ന് വന്ന് തണുത്ത വെള്ളം കുടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തൊണ്ടയിൽ പ്രശ്നങ്ങൾ വരുന്നതാണ്. അപ്പോൾ സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും ഒരു പൊടിക്ക് തണുപ്പാവാം, ചെറിയൊരു തണുപ്പിൽ നമുക്ക് കഴിക്കാം, പക്ഷേ ഭയങ്കര തണുപ്പിൽ കഴിക്കരുത്. പിന്നെ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസുകൾ കഴിക്കും, മധുരപാനീയങ്ങൾ കുടിക്കാന്ന് പറഞ്ഞാൽ അത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. കാരണം ഫ്രഷ് ജ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് എനർജി തരും. ഇൻസ്റ്റൻറ്റ് എനർജി കാരണം ഗ്ലൂക്കോസ് പെട്ടെന്ന് ശരീരത്തിൽ കയറുമ്പോൾ നമുക്ക് ആ എനർജി ഡ്രോപ്പ് പെട്ടെന്ന് റേസ് ചെയ്യും. അതേപോലെ തന്നെ അത് താഴത്തേക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും തളർച്ചയും പിന്നെയും ക്ഷീണമാണ് നമുക്ക് തോന്നുക. എത്ര വെള്ളം കുടിച്ചിട്ടും മതിയാവാത്തൊരു ഫീലിംഗ് ആണ് നമുക്കത് വരും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അത് മാത്രമായിട്ട് കുടിക്കരുത്. അത് ഇടയ്ക്ക് കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഇലക്ട്രോലൈറ്റിനെ തിരിച്ചു കൊടുക്കണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഈ നല്ല ചൂട്ടത്ത് പണിയെടുക്കുന്ന ആൾക്കാർ, നല്ല ഉച്ചയ്ക്കൊക്കെ നല്ല ഇപ്പം പറഞ്ഞ പോലെ കൊറിയർ സർവീസ് നടത്തുന്ന ആൾക്കാർ, സ്വിഗ്ഗിയിൽ നടക്കണം, അതായത് നല്ല ചൂട്ടത്ത് നടക്കുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു സംഭാരം അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം ഉപ്പ് പഞ്ചസാരയിട്ട് കഴിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതം. ദാഹം മാറാൻ വേണ്ടി മാത്രമല്ല നമ്മൾ വെള്ളം കുടിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട മിനറൽസിനെ തിരിച്ചു കൊണ്ടുവരും, ക്ഷീണമില്ലാണ്ടാവാനും തളർച്ച മാറ്റാനും ആയിരിക്കണം നമ്മുടെ ഓരോ പാനീയം നമ്മൾ കുടിക്കുന്നത്. If you like this video, just share with your friends, and if you find it informative, subscribe the channel and give a thumbs up. Thank you. Bye bye.